ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു വീഡിയോ ഇല്ലേ, കാലിസ്റ്റിക്സിനെ പറ്റി. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ഈ ഒരു രീതി ചെയ്യുന്നത്? കാരണം നമ്മൾ പല കാലിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ. ആദ്യം നമ്മൾ പഠിച്ചത് സിംഗിൾ ആണ്. ഇന്ന് പറയാൻ പോകുന്നത് 2 കാൻഡിൽസ് വന്നാലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പം 2 കാൻഡിൽസ്റ്റിക്സ്, 3 കാൻഡിൽസ്റ്റിക്സ്, അങ്ങനെ പല ടൈപ്പ് കാൻഡിൽസ്റ്റിക്സ് ആണ്. നമുക്ക് എല്ലാം പഠിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബേസിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 ടൈപ്പ് ചാർട്ട് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ചാർട്ടിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല, സിംഗിൾ കാൻഡിൽസ്റ്റിക്സിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാവൂ. അറിയാവുന്നവർക്ക് കാണാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിന്റെ പിന്നിലെ ലോജിക്ക് മാത്രമേ ഒരിക്കലും എപ്പോഴും പഠിക്കാവൂ. അതെന്താന്ന് വെച്ചാൽ, ആ ലോജിക്ക് പഠിച്ചാൽ നമുക്ക് ഏത് കാൻഡിൽസ്റ്റിക്സും വേണേലും അല്ലെങ്കിൽ ഏതൊരു ചാർട്ട് വേണേലും നമുക്കത് വായിക്കാൻ പറ്റും. മനസ്സിലായി? തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നിങ്ങളത് കേട്ട് പോയി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു പാറ്റേണിനെ പറ്റിയാണ്. എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ? അതെ, പേര് പോലെ തന്നെ ഒരു ബുള്ളിഷ് മൊമെന്റം നമ്മളെ കാണിച്ചു തരുന്ന ഒരു പാറ്റേൺ ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 ക്യാൻഡിൽസ് ആണ്. പക്ഷെ അത് എവിടെ വരണം എന്നുള്ളതിലെ കാര്യം, ഒരു ഡൗൺ ട്രെൻഡ് വരണം. ആ ഒരു ഡൗൺ ട്രെൻഡില് ഏറ്റവും അവസാനം ഒരു റെഡ് ക്യാൻഡിൽ, അതിനെ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അതിന്റെ ലോജിക്ക് മനസ്സിലായോ? ഇല്ലെന്നുണ്ടാ ഞാൻ പറഞ്ഞുതരാം. ഞാനുണ്ടല്ലോ, ആ ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനം, അതായത് സെല്ലേഴ്സ് ആണ് അവിടെ കൂടുതൽ. അവിടെ റെഡ് ക്യാൻഡിൽ ആയിരിക്കുമല്ലോ കൂടുതലും വരുന്നത്. പക്ഷെ ആ ഒരു റെഡ് ക്യാൻഡിലിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് സെല്ലേഴ്സിന്റെ മൂവ്മെന്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ ബയേഴ്സ് അവിടെ വന്നു. അതിനർത്ഥം ബയേഴ്സിന് അവിടെ ഇൻട്രസ്റ്റ് കൂടിയെന്നല്ലേ. അതായത് ഡൗൺ റേഞ്ചിൽ സെല്ലേഴ്സിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റും അവർക്കായിരിക്കും കൂടുതൽ പവറും. പക്ഷെ അതിനെ കടത്തി വിട്ടുന്ന രീതിയിൽ നമ്മുടെ ബയേഴ്സ് വന്നു. ഈ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. പക്ഷെ ഈ ഒറ്റ കാര്യം കൊണ്ട് ഒരിക്കലും നമ്മൾ എൻട്രി എക്സിറ്റ് എടുക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. അതെങ്ങനെ? ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ വന്നു, പക്ഷെ അതൊരു സപ്പോർട്ട് ഏരിയയിലൂടെയാണെങ്കിൽ നമുക്ക് 2 കൺഫർമേഷൻ കിട്ടില്ല. അവിടെ ബയേഴ്സ് വരാൻ പോകാന്നുള്ളവര് നമുക്ക് നേരത്തെ അറിയാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയാത്തവർ അത് കണ്ടു നോക്കുക. പല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കിട്ടിയേക്കും. ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നെങ്കിലും നമുക്ക് 2 കാരണങ്ങൾ കിട്ടി നമുക്ക് എൻട്രി എടുക്കാനുള്ള. അങ്ങനെ പല കാരണങ്ങൾ നമുക്ക് കിട്ടണം. അതിനെപ്പറ്റി എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലോജിക്ക് ആലോചിച്ച് നോക്കും. ഒന്ന്, ഡൗൺ ട്രെൻഡിലോട്ട് വരുന്നു, ഒരു സപ്പോർട്ട് ഏരിയ, അവിടെ ഓൾറെഡി നമ്മൾ വരച്ചു വെച്ച സപ്പോർട്ട് ഏരിയ ഉണ്ട്. അവിടെ ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നാലോ, സപ്പോർട്ട് ഏരിയ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടി, ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നുള്ള 2 കൺഫർമേഷൻ നമുക്ക് കിട്ടി. അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. മനസ്സിലാവും? ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ്, അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു അപ് ട്രെൻഡിന്റെ അവസാനം, അപ് ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബയേഴ്സ് ആണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതെ, ബയേഴ്സ് തന്നെയാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബയേഴ്സ് ആണ് അവിടെ കൂടുതലുള്ളത്. അതിനെ ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിലിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ബയേഴ്സിന്റെ മൂവ്മെന്റിനെ കവർ ചെയ്യുന്ന ഒരു സെല്ലേഴ്സിന്റെ ഒരു മൂവ്മെന്റ് വന്നു, സെല്ലേഴ്സ് എൻട്രി എടുത്തു. അതിനർത്ഥം എന്തോ, ഇനിയൊരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം, പ്രൈസ് താഴോട്ട് പോയേക്കാം എന്നല്ലേ അതിനർത്ഥം. ഇതിന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല ഒരു പരിപാടി മാത്രം, ഒരു കൺഫർമേഷൻ മാത്രമാണ് ഇത്. പല കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതിന്റെ ലോജിക്ക് ഇപ്പൊ തൽക്കാലം ബേസിക് മാത്രം പഠിക്കുക. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കുക. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ബുള്ളിഷിനെയും ബെയറിഷിനെയും പോലെ തന്നെ, ഈ എൻഗൾഫിംഗ് പാറ്റേൺ പോലെ തന്നെ തൊട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പാറ്റേൺ ആണ് ഒന്ന് പെയർസിംഗ് പാറ്റേൺ. പെയർസിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗ് പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനമോ വരുന്നത്, പക്ഷേ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. പക്ഷെ റെഡ് ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്യുന്നതാണല്ലോ നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. പക്ഷെ ഇത് ഫുള്ള് കവർ ചെയ്യുന്നില്ല. ഒരു 50%, ഒരു 100% ഇടയ്ക്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതിന്റെ ലോജിക്ക് എന്താ? സെയിം ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ലോജിക്കാണ്. നമ്മളൊരു ഡൗൺ ട്രെൻഡ് ആണ്, സെല്ലേഴ്സിന്റെ ഒരു മൂവ്മെന്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ ഒരു അത്ര സെല്ലേഴ്സ് ഉള്ളിടത്ത് ഒരു ബൈയിങ് മൊമെന്റം സ്റ്റാർട്ടായെന്നല്ല അതിനൊരർത്ഥം. ബയേഴ്സ് താല്പര്യം കാണിച്ചെന്നല്ല അർത്ഥം. ചാടിക്കേറി മേടിക്കരുത്, പല കൺഫർമേഷൻ എടുത്തിട്ട് നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. ഓക്കെ,
അതായത് ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആലോചിച്ചിരിക്കും, നമുക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് അല്ലേ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഡാർക്ക് ക്ലൗഡ് കവർ, പേരൊന്നും കേട്ട് പേടിക്കണ്ട, നമ്മുടെ ബേർ ഷെൻഗൾഫിങ്ങിന്റെ ഒരു അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഗ്രീൻ ക്യാൻഡിലിനെ പകുതി കവർ ചെയ്യുന്ന രീതിയിൽ, ആദ്യം പറഞ്ഞ പോലെ 50 to 100% ഇടയ്ക്ക്. ഈ തിയററ്റിക്കലൊന്നും എപ്പോഴും അങ്ങനൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അത് ഒരേപോലെ ഒന്നും അല്ല ഈ പാറ്റേൺ വരുന്നത്. ഈ ഡബിൾ ബോട്ടം ഒക്കെ എപ്പോഴും കറക്റ്റ് W പോലെ എപ്പോഴും നേരെ വരണമെന്നൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ വരാം. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ എക്സ്പീരിയൻസിലെ കാര്യം അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പം ഈ ഒരു അപ് ട്രെൻഡില് ഗ്രീൻ ക്യാൻഡിൽ അതിനെ പകുതി കവർ ചെയ്യുന്ന രീതിയിൽ റെഡ് ക്യാൻഡിൽ വന്ന എന്താ അർത്ഥം? അത്രയും ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ച ഒരു ഏരിയയില് സെല്ലേഴ്സ് എൻട്രി എടുത്തും തന്നെയല്ലേ അതിനർത്ഥം? അത് തന്നെയാണ് അർത്ഥം. പക്ഷെ അതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിലും നമുക്ക് 2 കൺഫർമേഷൻ കിട്ടി. അത് തന്നെ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ഒരു ടൈപ്പ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഹറാമി പാറ്റേൺ. പേര് കേൾക്കുമ്പോഴത്തേക്ക് ആ ഹറാമി അല്ല, ഈ ഹറാമി. ഈ ഹറാമി എന്ന് പറയുമ്പോഴത്തേക്ക്, ഹറാമി പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, പ്രഗ്നന്റ് ലേഡി എന്നതിന്റെ അർത്ഥം. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാള്, അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ വന്നാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? അത് നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാം. ഒരു ഡൗൺ ട്രെൻഡ് ഇങ്ങനെ വന്നാൽ റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ റെഡ് ക്യാൻഡിലിന്റെ പകുതിയായിട്ട് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ അർത്ഥം എന്താണ്? ആ ഡൗൺ ട്രെൻഡിൽ പോലും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് തുടങ്ങി, അല്ലെങ്കിൽ അതിനെ ഒത്തിരി താഴോട്ട് വിടാതെ കുറച്ച് മുകളിലായിട്ട്, ഇതിന്റെ ക്ലോസിനെക്കാട്ടി മുകളിലായിട്ട് ഒരു ഓപ്പൺ വന്നിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് അർത്ഥം ആലോചിക്കുക. ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലേ നമ്മളിവിടെ കാണുന്നത്? അത് തന്നെയാണ് അതിനർത്ഥം. അതൊരു സപ്പോർട്ട് ഏരിയയിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒന്നുകൂടെ ഒരു കോൺഫിഡൻസ് വരുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, ഇത് വിചാരിച്ചോ അല്ലല്ലോ, ഒന്നുകൂടി ഈസി ആണല്ലോ എന്ന്. അത് തന്നെ. ഇതിന്റെ ഡയറക്റ്റ് ഡിക്റ്റോ ഓപ്പോസിറ്റ് ആണ് ബെയറിഷ് ഹറാമി പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് ഒരു അപ് ട്രെൻഡ് ഗ്രീൻ ക്യാൻഡിൽ, അതിനെ പകുതി അതിന്റെ ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ തന്നെ ചെറിയൊരു റെഡ് ക്യാൻഡിൽ, അതായത് ബാക്കി മുകളിലോട്ട് വിടാതെ ഒരു റെഡ് ക്യാൻഡിൽ പകുതി വരുന്നു. മനസ്സിലായോ? അതിനർത്ഥം എന്താ? അവിടെ സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങി, ബയേഴ്സ് മേലാൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ സെല്ലേഴ്സിനും വന്നു തുടങ്ങി. അപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് ആണ് അടുത്തത് വരാൻ പോകുന്നത്, നമുക്കൊരു ഇൻഡിക്കേഷൻ നമുക്ക് തരികയല്ലേ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കാര്യം. നമ്മളിപ്പം ഇത്രയും പഠിച്ചു. വേണമെങ്കിൽ വേറൊരു ഐഡിയ, നമ്മളിതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺ ട്രെൻഡിന്റെ അവസാനം ആ ഒരു സെല്ലേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ബയേഴ്സ് വരുന്നു. ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അപ് ട്രെൻഡിന്റെ അവിടെ ബയേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ബെയർസ് വരുന്നു. അപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കാം. ബേസിക് ലോജിക്ക് അടിപൊളിയല്ലേ? സിമ്പിൾ അല്ലേ? വിചാരിച്ചവരൊന്നും പാടില്ലല്ലോ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു അപ് ട്രെൻഡ്, അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിനെ പകുതി എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ വരുന്നു. അതായത് സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയത്. അതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഡൗൺ ട്രെൻഡ്. അതാണ് മറ്റേ ഈ പേഴ്സിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺ ട്രെൻഡ്. ആ ഡൗൺ ട്രെൻഡിൽ ഉണ്ടാകുന്ന റെഡ് ക്യാൻഡിലിനെ പകുതി, ഒരു 50% അറ്റ്ലീസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതായത് ബയേഴ്സ് ഡൗൺ ട്രെൻഡിൽ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയതും അല്ല അതിനർത്ഥം. അടുത്തത് ഹറാമി പാറ്റേൺ. ബുള്ളിഷ് ഹറാമി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡൗൺ ട്രെൻഡ് വരണം. ആ ഒരു റെഡ് ക്യാൻഡിലിന്, ആ ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തെ റെഡ് ക്യാൻഡിലിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ ഒരു പകുതി വരുന്നു. അതായത് കൂടുതൽ താഴോട്ട് വിടാൻ സമ്മതിക്കാതെ വരുന്നു. അതിനർത്ഥം ബയേഴ്സ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി, ബയേഴ്സ് അവിടെ വന്നു തുടങ്ങാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ അർത്ഥം. തിരിച്ച് ബെയറിഷ് ഹറാമി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അപ് ട്രെൻഡ്, ഗ്രീൻ ക്യാൻഡിൽ, ആ ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ, ഒരുപാട് മുകളിലോട്ട് വിടത്തില്ല, താഴോട്ട്. മനസ്സിലായോ? താഴോട്ട്, അതായത് തൊട്ട് താഴെയായിട്ട് ഒരു ഓപ്പണും. മനസ്സിലായോ? അതായത് സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയെന്നല്ലേ അർത്ഥം. ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ പല ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. ഈ ട്വീസർ ടോപ്പ്, ട്വീസർ ബോട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ട്വീസർ ടോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ കറക്റ്റ് കാണുമ്പോഴത്തേക്ക് കൃത്യം ഒരേപോലെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഫോട്ടോ ഇടാം. ഒരേപോലെ ഇങ്ങനെ ഇരിക്കും. അതിനർത്ഥം എന്താ? ബേസിക് ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിലോട്ട് കവർ ചെയ്യാൻ സമ്മതിക്കാതെ ആ ഒരു അപ്രന്റാണ് സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? പിന്നെ ഒരു ഡൗൺ ട്രെൻഡിന് ചാൻസ് ഉണ്ടെന്നല്ലേ. അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് തന്നെ ട്വീസർ ബോട്ടം. ഒരു ഡൗൺ ട്രെൻഡ് പിന്നെയും താഴോട്ട് വിടാതെ ഒരു അതേ ഒരു ഇപ്പം ഡൗൺ ട്രെൻഡിൽ അതേ ഒരു ക്ലോസിൽ നിന്ന് പിന്നെ താഴോട്ട് വിടാതെ ഒരു ഓപ്പൺ.
അതിനർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി, ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചു എന്നല്ല അർത്ഥം. അതായത് ഈ കാൻഡിൽസ്റ്റിക്സിനെ പറ്റി നിങ്ങൾ ബേസിക് എല്ലാം പഠിച്ചിരിക്കണം. ഒരു എൻട്രി എക്സിറ്റ് എടുക്കാൻ വേണ്ടി ഇത് നമ്മൾ ജസ്റ്റ് ഒരു മനസ്സ് വായിക്കുന്ന പോലെ ചാർട്ടിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമേ ഇത്. മനസ്സിലായോ? ബാക്കിയും പല കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നിച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇനി ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 പാറ്റേൺസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കാൻഡിൽസ്റ്റിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും, ഉറപ്പായിട്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു കോൺഫിഡൻസ് വന്നില്ലേ? അടിപൊളിയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർട്ട് എടുക്കുക, നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഒന്ന് വരയ്ക്കുക, ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാത്ത ചെയ്ത് കാണണം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്യുക. പല ചാർട്ട് എടുത്തിട്ട് പല ചുമ്മാ എന്തെങ്കിലുമൊക്കെ സിപ്ല, വിപ്രോ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോർ വരച്ച് പഠിക്കുക. അവിടെ നമ്മൾ ഈ പഠിപ്പിച്ച ഈ സിംഗിൾ കാൻഡിൽസ്റ്റിക്സും 2 കാൻഡിൽസ്റ്റിക്സും ഒക്കെ വരുന്നുണ്ടോ, അപ്പം അതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലായി. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ പെർഫെക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ നല്ല ട്രേഡർ ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ വീട്ടിൽ വരും. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.